വിവാഹത്തിന് മുൻപ് അനാമികയ്ക്ക് ഒരു പയ്യനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെന്നും ആ പയ്യൻ അനാമികയെ വഞ്ചിച്ചപ്പോഴാണ് അനാമികയുടെ സമനില തെറ്റിയതെന്നും മുൻപ് അനാമിക സമ്മതിച്ച കാര്യമാണ്. അതൊക്കെ ശരിയാണ്. ആ, അന്ന് നടന്നതൊക്കെ കോടതിക്ക് മുമ്പിൽ ഉള്ളതുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല. എന്നാ അനിരുദ്ധമായിട്ടുള്ള കല്യാണത്തിന് ശേഷം അനാമിക മറ്റൊരു പയ്യനെ സ്നേഹിച്ചിട്ടില്ലേ? ഇല്ല. പിന്നെ ആരാണ് ഈ സ്റ്റെബിൻ? എന്താ അങ്ങനൊരു പേര് കേട്ടിട്ടില്ലേ? അങ്ങനൊരാൾ അറിയില്ലേ? അങ്ങനൊരു സുഹൃത്ത് എനിക്കുണ്ട്. അത് വെറുമൊരു സൗഹൃദമാണോ അതോ അതിനപ്പുറം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ? ഒരു സുഹൃത്ത് ബന്ധം അല്ലാതെ വേറൊന്നുമില്ല. കഴിഞ്ഞ വർഷം ജൂൺ മാസം 22-ാം തീയതി, അന്ന് അനാമിക അനിരുദ്ധിന്റെ ഭാര്യയാണ്. അന്നേ ദിവസം ഹോട്ടൽ ജൂബിലി പാർക്കിൽ അനാമിക പോയിരുന്നില്ലേ? ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ജൂൺ 22-ന് ജൂബിലി പാർക്കിൽ അനാമിക പോയിരുന്നു. അന്ന് കൃത്യം 10 മണിക്ക് ഈ പറഞ്ഞ സ്റ്റെബിൻ അവിടെ എത്തിയിരുന്നു. 5 മിനിറ്റിന് ശേഷം അനാമികയും അവിടെ വന്നു. അതിനുശേഷം നിങ്ങൾ രണ്ടാളും ജൂബിലി പാർക്കിലെ 305-ാം നമ്പർ മുറിയിലേക്ക് ഒന്നിച്ചു പോയി. ആ മുറി ബുക്ക് ചെയ്യുന്നത് സ്റ്റെബിൻ ആയിരുന്നു. ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നിക്ക് ബാക്കിയും കൂടി പറയാം. അന്നേ ദിവസം അനാമിക അനിരുദ്ധിന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിലോട്ടും പോയിട്ടില്ല. ആ ദിവസം സ്റ്റെബിനൊപ്പം അനാമിക ജൂബിലി പാർക്കിലെ 305-ാം നമ്പർ റൂമിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം കൃത്യം 11:30-നാണ് റൂം വെക്കേറ്റ് ചെയ്ത് നിങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പോയത്. എന്തൊക്കെയാ സാറി പറയുന്നേ? ഈ ജൂബിലി പാർക്ക് എന്ന് പറയുന്ന ഹോട്ടൽ പോലും എനിക്കറിയില്ല. മൈ ലോർഡ്, ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞ് കള്ളക്കഥകൾ മെനഞ്ഞെടുക്കുകയാണ് കോടീശ്വരനായ അനിരുദ്ധിനു വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ എന്റെ ഓപ്പോസിഷൻ വക്കീൽ. വക്കീലിന്റെ സമയം വരുമ്പോ അതൊക്കെ വിശദമായിട്ട് ക്രോസ് ചെയ്യാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. മൈ ലോർഡ്, ജൂബിലി പാർക്ക് എന്ന ഹോട്ടൽ അറിയില്ലെന്നാണ് എന്റെ എതിർകക്ഷി പറയുന്നത്. അങ്ങനൊരു ഹോട്ടല് സിറ്റിയിലുണ്ട്. ഞാൻ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് കാറിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഹോട്ടൽ അറിയാം. ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് അവിടുത്തെ റെസ്റ്റോറന്റിൽ പോയെന്ന് പറയൂ. അങ്ങനെ പോയതായി ഞാൻ ഓർക്കുന്നില്ല. അനാമികയ്ക്ക് വിവാഹത്തിന് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അനാമിക തന്നെ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ടിനെ ഈ കാര്യത്തിലും ഓർമ്മപ്പിച്ച കാണോ? ഒരിക്കലും അല്ല. ഞാൻ ആ ഹോട്ടലിൽ ആർക്കൊപ്പം പോയിട്ടില്ല, അവിടെ തങ്ങിയിട്ടുമില്ല. പിന്നെ ഹോട്ടൽ റെക്കോർഡ്സിൽ കാണുന്ന തെളിവോ? യുവർ ഓണർ, അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്. വക്കീൽ സാറേ, കാലം ഒരുപാട് പുരോഗമിച്ചു പോയി. ഇന്ന് മുക്കിലും മൂലയിലും വരെ ക്യാമറയുണ്ട്. പിന്നെ ഒരു 4 സ്റ്റാർ ഹോട്ടൽ അതില്ലാതിരിക്കോ? ജൂൺ 22-ാം തീയതി ബുധനാഴ്ച അനാമികയും സ്റ്റെബിൻ എന്ന ചെറുപ്പക്കാരനും അവിടെ പോയതിന്റെയും റൂം എടുത്തതിന്റെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട് യുവർ ഓണർ. യു പ്രൊസീഡ്. അനാമികയുടെ നാവ് കള്ളം പറഞ്ഞാലും ഹോട്ടലിലെ ക്യാമറ കള്ളം പറയില്ലല്ലോ. എനിക്ക് സ്റ്റെബനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്റെ സുഹൃത്ത് മാത്രം അവൻ. ഒരു സുഹൃത്തിനൊപ്പം, അതും ഒരാൺ സുഹൃത്തിനൊപ്പം, ഒരു 4 സ്റ്റാർ ഹോട്ടലില് ഒന്നിച്ചൊരു മുറിയിൽ ഒരു ദിവസം മുഴുവൻ, അതായത് ഡേയും നൈറ്റും കഴിയാന്ന് പറഞ്ഞാലേ
അത് വെറും ഒരു സൗഹൃദമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റുമോ? അനാമികയ്ക്കും അനാമികയുടെ വീട്ടുകാർക്കും ഒരു പക്ഷെ അതിന് കഴിഞ്ഞേക്കും. എന്നാൽ സ്വന്തം ഭർത്താവിന് അതിന് കഴിയില്ല. അനിരുദ്ധിന്റെ ഭാര്യ ആയിരിക്കുമ്പോഴാണ് അനാമിക ഇങ്ങനൊരു തെറ്റ് ചെയ്തിരിക്കുന്നത്. അനാമികയ്ക്ക് പോവാം. മൈ ലോർഡ്, സ്റ്റെബിൻ എന്ന ചെറുപ്പക്കാരനുമായിട്ട് അനാമികയ്ക്ക് അടുപ്പമുണ്ടെന്ന് ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞതല്ല. അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്. ആ തെളിവ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. പ്രൊസീഡ്. പറമ്പിൽ തെക്കേതിൽ തോമസ് മകൻ സ്റ്റെബിൻ തോമസ്. അവൻ ചതിക്കോ? അവൻ ഈ പറഞ്ഞേക്കെ സമ്മതിക്കോ? എനിക്കറിയില്ല അച്ഛ. അവൻ ഇങ്ങോട്ട് വരുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ എന്താണ് നിനക്ക് അറിയാവുന്നത്? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. കഞ്ചാവ് കേസ് ഉൾപ്പെടെ പലതുമുണ്ട്. ഒരു 10 വർഷം ജയിലിൽ കിടക്കണോ വേണ്ടിയെന്ന് തീരുമാനിക്കുക കേട്ടോ. സ്റ്റെബിൻ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എന്താണ് ക്വാളിഫിക്കേഷൻ? ഞാൻ ബിടെക്കാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇത്ര നാളായി കഴിഞ്ഞിട്ട്? 4 വർഷമായി. എന്നിട്ട് എന്താണ് കമ്പ്യൂട്ടറിന് ഇത്രയും സാധ്യതയുള്ള സമയത്ത് ജോലിക്കൊന്നും പോവാതിരുന്നത്? ഞാൻ UK പോകാനിരിക്കുമായിരുന്നു. ഈ അനാമിക എന്ന പെൺകുട്ടിയെ സ്റ്റെബിൻ അറിയോ? അറിയാം. എങ്ങനെ അറിയാം? ഞങ്ങൾ +2 ഒന്നിച്ച് പഠിച്ചതാ. അങ്ങനെയുള്ള പരിചയമുള്ളോ? അല്ല, എൻ്റെ ഒഡ്ബിയാണ്. അനിരുദ്ധും അനാമികയും രണ്ടായിട്ട് ജീവിക്കുകയാണെങ്കിലും അവര് നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഡിവോഴ്സ് നടക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് അനാമിക തന്റെ വുഡ്ബി ആവുന്നത്? അനാമികയ്ക്ക് അയാളെ ഇഷ്ടമല്ല. അയാളുമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ബന്ധം പിരിയും. അത് കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കാന്നാണ് അനാമിക എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ട് എത്ര നാളായി? കുറേ നാളായി. കല്യാണത്തിന് മുൻപേ നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നോ? അതെ. പിന്നെ എന്തിനാണ് തന്നെ കളഞ്ഞിട്ട് അനാമിക അനിരുദ്ധിനെ വിവാഹം കഴിച്ചത്? അത് പിന്നെ അനിരുദ്ധിൻ്റെ കുടുംബം വലിയ സമ്പത്തുള്ള കുടുംബമാണല്ലോ. അയാൾ മൂർത്തീസ് ജ്വല്ലറിയിലെ അംഗമാണല്ലോ. അങ്ങനെയുള്ളതുകൊണ്ട് അവരുടെ സാമ്പത്തികം കണ്ട് മോഹിച്ചിട്ടാ അനാമിക അനിരുദ്ധിനെ കല്യാണം കഴിച്ചത്. അതാണ് യുവർ ഓണർ സത്യം. അനന്തപുരി തറവാട്ടിലെ പയ്യന് സമ്പത്തുണ്ടെന്ന് കരുതിയാണ് അനിരുദ്ധിന്റെ ജീവിതത്തിലേക്ക് അനാമിക പോയത്. യുവർ ഓണർ, ഒരു സാക്ഷിയെ കൊണ്ടുവന്നിട്ട് കള്ളമൊഴി പറയിച്ചാൽ എന്റെ കക്ഷിയുടെ സ്വഭാവശുദ്ധി ഇല്ലാതാകുന്നില്ല. ആയിക്കോട്ടെ, ഇപ്പൊ വക്കീലിരിക്ക്. മൈലോഡ്, ഞാനിവിടെ കോടതിയുടെ മുമ്പിൽ ഒരു കാര്യം ബോധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 22-ാം തീയതി ജൂബിലി പാർക്ക് എന്ന 4 സ്റ്റാർ ഹോട്ടലിൽ അനാമികയ്ക്കൊപ്പം സ്റ്റെബിൻ മുറി എടുത്തെന്ന്. അതിന്റെ തെളിവ് ഞാൻ ഹാജരാക്കിയതാണ്. അതുകൊണ്ടിനി അതൊന്നും നിഷേധിക്കാനും പറ്റില്ല. എന്തിനായിരുന്നു റൂം എടുത്തത്? എനിക്കൊപ്പം ഒന്നിച്ചൊരു ദിവസം കഴിയണമെന്ന് അനാമിക പറഞ്ഞു. അതിനു മുൻപും നിങ്ങൾ അവിടെ റൂം എടുത്തിട്ടുണ്ടോ? അവിടെ മാത്രമല്ല, മറ്റ് പല ഹോട്ടലുകളിലും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അനിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോഴോ? അതെ.
അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞെങ്കിലും ഭാര്യ-ഭർത്തൃ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അനാമിക എന്നോട് പറഞ്ഞത്. അനാമികയും അനിരുദ്ധും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിന്റെ ജീവിതത്തിലേക്ക് വരാമെന്ന് അനാമിക പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സ്റ്റെബിൻ UK പോകാൻ നിൽക്കല്ലേ? അപ്പോ അനാമികയെ കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോകും. അതിനൊക്കെ ഭയങ്കര ചെലവല്ലേ? തനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. അതിന്റെ കൂടെ ഒരാളെ കൂടി കൊണ്ടുപോകാന്ന് വെച്ചാലേ അതിന് മാത്രം പണമുള്ള ആളാണോ സ്റ്റെബിൻ? എനിക്ക് പണമൊന്നുമില്ല സാർ. പിന്നെ അനിരുദ്ധും അനാമികയും തമ്മിലുള്ള ബന്ധം പിരിയുകയാണെങ്കിൽ കുറച്ച് നഷ്ടപരിഹാരം കിട്ടുമെന്നും ആ പൈസ UK പോകാൻ തരാമെന്നൊക്കെ അനാമിക എന്നോട് പറഞ്ഞത്. കള്ള, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇരിക്കിരിക്ക്. എഴുന്നേറ്റ് നിന്ന് ഓരോ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാനേ ഇത് വീടല്ല, കോടതിയാണ്. ഡോ, സത്യം സത്യമായിട്ട് പറയണം. ഡിവോഴ്സ് നടന്നു കഴിയുമ്പോ കിട്ടുന്ന നഷ്ടപരിഹാര തുക തനിക്ക് തരാമെന്ന് പറഞ്ഞോ UK പോവാൻ? ആ, പറഞ്ഞു. യുവർ ഓണർ, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി സ്റ്റെബിനുമായി അനാമിക സംസാരിച്ചിരുന്നു, വളരെ വിശദമായിട്ട് തന്നെ. ആ സംസാരം സ്റ്റെബിന്റെ മൊബൈലില് റെക്കോർഡഡ് ആണ്. ആ മൊബൈൽ എടുക്ക്. ഇത് വല്ലാത്ത ചതിയായി പോയില്ല മോളെ. ഇനി നിങ്ങൾ തമ്മിലുള്ള സംസാരം റെക്കോർഡ് ചെയ്തില്ലേ, അതിങ്ങെടുക്ക്. യുവർ ഓണർ, മൊബൈലിൽ ഇവര് തമ്മിലുള്ള സംസാരം വ്യക്തമായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിക്ക് കേട്ടുനോക്കാം. ആ എടി, നാളത്തോടെ നിന്റെ കേസിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവോ? എന്തോ അറിയില്ല. എന്തായാലും നഷ്ടപരിഹാരം കിട്ടാതെ ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. ആ, നമുക്ക് UK പോകാനുള്ള സമയം അടുത്ത് വരുവാണ്, അറിയാലോ. അതിന് നല്ലൊരു തുക മുടക്കേണ്ടി വരും. പിന്നെ നമുക്കവിടെ അത്യാവശ്യം പിടിച്ചേക്കാനുള്ള കുറച്ച് പൈസയും വേണം. നിന്റെ കയ്യിലൊന്നും ഇല്ലേടാ? ആ, എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം നിനക്ക് മുടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാനത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം. വേണ്ട, ഡിവേഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോണം. എന്തായാലും ഒരു 2-3 കോടിയെങ്കിലും കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൽ നിന്നൊരു 10-50 ലക്ഷം നീ മാറ്റി വെച്ചേക്ക്. ശരിയടാ. ഇനി എപ്പോഴാ നിന്നെ ഒന്ന് കാണുന്നേ? ഇപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, അതുകൊണ്ട് 4 സ്റ്റാർ ഹോട്ടലൊന്നും പറ്റില്ല. സാധാരണ ഹോട്ടൽ മതിയെങ്കിൽ നമുക്കൊന്ന് കൂടായിരുന്നു. നാളെ കോടതി കഴിയട്ടെ, അതിനുശേഷം നീ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. നീ ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൊച്ചേ. ഈ കേട്ടത് നിന്റെ ശബ്ദം തന്നെയല്ലേ? ഈ കേട്ടത് നിന്റെ ശബ്ദം തന്നെയല്ലേ? ആ, അതൂടെ കള്ളം പറ അല്ലാന്ന്. എന്താ വക്കീലേ, ഇങ്ങനെയുള്ള കേസൊക്കെയാണോ എടുക്കുന്നത്? സ്റ്റെബിന് പോവാം. ഇനി കൂടുതലൊന്നും പറയാനില്ല യുവർ ഓണർ. സാധാരണ പെൺകുട്ടികൾ പോകാത്ത വഴിയിലൂടെയാണ് എന്റെ എതിർകക്ഷി സഞ്ചരിച്ചിരിക്കുന്നത്. അനിരുദ്ധന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അയാളോട് 1% പോലും നീതി പുലർത്തിയിട്ടില്ല, ആത്മാർത്ഥത കാണിച്ചിട്ടില്ല അനാമിക എന്ന പെൺകുട്ടി. ആയതിനാൽ എന്റെ കക്ഷിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല.
ജീവിക്കാൻ മാർഗമില്ലെന്ന് കരുതി ആൾക്കാരെ പറ്റിക്കാൻ നടക്കുവാണോ? ഡോ, താനൊന്ന് എഴുന്നേറ്റേ. തനിക്കിതാണോടോ പണി? മക്കളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ജീവിക്കാമെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? തന്റെ കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഉപാധിയാണോ തന്റെ മകള്? അയ്യോ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. അനിരുദ്ധന്റെ നിരപരാധിത്വം ഇതിനോടകം ഈ കോടതിക്ക് ബോധ്യമായിട്ടുള്ളതാണ്. എന്നിട്ടും അനാമിക ഒരു പെൺകുട്ടിയാണെന്ന പരിഗണന വെച്ചിട്ടാണ് കോടതി ഇത്രയും നാൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത്. ഇനി ഈ കേസിൽ വാദം കേൾക്കാൻ കോടതിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അനിരുദ്ധനും അനാമികയ്ക്കും രണ്ടു വഴിക്ക് പോകാം. അതിന് ഈ കോടതി അനുമതി നൽകിയിരിക്കുന്നു. അയ്യോ മാഡം, ഒന്നും പറയണ്ട. പെണ്ണിന് നീതി കിട്ടണമെങ്കിൽ അവൾ പെണ്ണായിരിക്കണം. അവളുടെ ഭാഗത്ത് ഒരു ശരിയെങ്കിലും വേണം. നഷ്ടപരിഹാരം കിട്ടുന്ന തുകയും കൊണ്ട് കാമുകനൊപ്പം വിദേശത്ത് പോവാൻ നിൽക്കുന്ന തന്റെ മകളോട് കോടതി കനിയണം അല്ലേ? അതിനുള്ളതല്ല കോടതി. അതാദ്യം മനസ്സിലാക്കിക്കോ. അടുത്ത കേസ് വിളിക്ക്. നീ നരസിംഹ സാറിന്റെ കൊച്ചുമോൻ തന്നെയാ നവീനെ. കീപ് ഇറ്റ് അപ്പ്. അനിരുദ്ധ്, അതെ, കാശുണ്ടായിട്ട് കാര്യമില്ല. പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ച് അല്പമെങ്കിലും അന്വേഷിക്കണം, അറിഞ്ഞിരിക്കണം. എല്ലാം പോയല്ലോ വക്കീൽ സാറേ. എടോ, അതിനിടയ്ക്ക് ഒരുത്തനെ തന്റെ മോൾക്കെതിരെ തെളിവായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയോ? എടാ ദ്രോഹി, നീ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടടാ. എടോ വിടറോ, ഇത് കോടതി വിളപ്പാ. എടാ, നീ എന്തിനാടാ എന്റെ മോളെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? നീ ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേടാ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. കേസ് ഒത്തുതീർപ്പാവുമ്പോ കിട്ടുന്ന പൈസയുമായിട്ട് UK പോവാന്നല്ലടാ നീ പറഞ്ഞത്. അവന്റെ ഒരു UK. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്നും നിങ്ങൾക്കറിയില്ല. ഞാനിന്ന് കോടതിയിൽ വന്ന് നവീൻ വക്കീൽ പഠിപ്പിച്ചതൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് അകത്തായനെ. അതെങ്ങനാ അയാൾ നിന്നെ അകത്താക്കുന്നേ? അതൊക്കെ ഉണ്ട്. എന്റെ പേരിലുള്ള ചില കേസുകളൊക്കെ കുത്തിപ്പൊക്കൂന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയ അയാൾ എന്നെ കോടതിയിൽ എത്തിച്ചത്. അതിന് മാത്രം കേസ് നിന്റെ പേരിലുണ്ടായിരുന്നോ? കാണും സാറേ, ഇവന്റെ മുഖം കണ്ടാൽ അറിയില്ലേ കാണുമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവനെ ഒന്നും വിശ്വസിച്ച് ഇവന്റെ പിന്നാലെ നടക്കരുതെന്ന്. പോടാ, പോ. പയ്യന്മാരുടെ മുൻപിലൊക്കെ തലകുനിക്കേണ്ടി വരുന്നത് വലിയ കുറച്ചിലാണോ? അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. വാശി തീർന്നോ വേണോ? കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവുമെന്ന് കഴിഞ്ഞൊരു കേസില് അച്ഛനും മോൾക്കും മനസ്സിലായതാ. എന്നിട്ടും എന്നെ വെല്ലുവിളിച്ചു. ഇപ്പൊ ആ വെല്ലുവിളി അവസാനിച്ചല്ലോ. വേറെ ഒരു മാർഗമില്ല സാറേ, രക്ഷിക്കണം. കോടതിയിലേക്ക് വന്നപ്പോ ഇതായിരുന്നില്ലല്ലോ സംസാര രീതി. എടോ, ഏതെങ്കിലും അമ്പലത്തിൽ പോയി നിന്ന് പറ രക്ഷിക്കണേന്ന്. അപ്പൊ രക്ഷിക്കും അവിടെ വരുന്ന ഭക്തര്. അല്ലെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലേക്ക് നോക്കി തൊഴുതാ മതി. അപ്പൊ അതിനകത്തുള്ള ആളെങ്കിലും രക്ഷിക്കും.
നമുക്ക് പോവാച്ചാ. മോളെയും കൂട്ടി എനിക്കും ഇവളുടെ അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിലേ നിന്നോടൊക്കെ പകരം ചോദിക്കും ഞങ്ങളുടെ ആത്മാക്കൾ. ഓ ആയിക്കോട്ടെ. വക്കീലേ, ചെവി നുള്ളിക്കോ. ഓ, വക്കീൽ ഇവനോടും ഇവളോടും കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്കുണ്ടല്ലോ, ഇവര് രണ്ടുപേരും കൂടി വക്കീലിനെ തേച്ചിരിക്കും. ആയിക്കോട്ടെ, അത് ഞാൻ സഹിച്ചാ പോരെ. ഇപ്പോഴേ ഇയാള് മോളെയും വിളിച്ചോണ്ട് പോ. വാ മോളെ. വേണുവിനും മോൾക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. കോടതിക്കകത്തും കോടതിക്ക് പുറത്തും. ആ, ഇനി നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ കോടതിയിൽ നിന്നോട് ആത്മാർത്ഥത കാണിക്കില്ല എന്നൊരു തോന്നല് നിനക്കുണ്ടായിരുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നിന്റെ മുത്തച്ഛനെ കൊണ്ടുപോലും എന്റെ മുത്തച്ഛനെ വിളിപ്പിച്ചത്. പിന്നെ നന്ദു എന്നോട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ഒന്ന് നടത്തി കൊടുക്കണമെന്ന്. ദേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി നീയും സഹകരിക്കണം. ഞാനും നന്ദുവും തമ്മിലുള്ള വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ നീ വേണം ആ തടസ്സങ്ങളൊക്കെ നീക്കിത്തരാൻ. തടസ്സമെന്ന് ഞാൻ പറഞ്ഞതേ എന്റെ അമ്മയുടെ കാര്യം തന്നെയാ. അമ്മയുടെ മുമ്പില് ഇതുവരെ ഞാൻ നന്ദുവിന്റെ കാര്യം അവതരിപ്പിച്ചിട്ടില്ല. അത് പറയുമ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ നീ നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കൂട്ടി എന്റെ വീട്ടിലോട്ട് വരണം. എന്നിട്ട് അവരോടൊക്കെ ഒന്ന് ഉപദേശിക്കാൻ പറയണം. അല്ല, അങ്ങനെ ഉപദേശിച്ചാലും നിന്റെ അമ്മ ഇവളെ പോലൊരു പെണ്ണിനെ മരുമകളായിട്ട് വേണമെന്ന് പറയോ? ആ, അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ അമ്മയെ ധിക്കരിക്കേണ്ടി വരും. അങ്ങനെ ധിക്കരിക്കേണ്ടി വന്നാൽ പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിന്റെ സപ്പോർട്ട് ഉണ്ടാവണം. എന്താ? നോക്കാം. ആ, എന്നാ പിന്നെ പോവാം. ഞാൻ നന്ദുവിനെ വീട്ടിലാക്കാം. അനി, അപ്പൊ കാണാം. വാ. ഒരു ഭാരം ഒഴിഞ്ഞപ്പോ അതിനേക്കാളും വലിയ ഭാരം വന്നിരിക്കുന്നത്. ബന്ധം പിരിഞ്ഞത് ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് ബന്ധം കൂടാനാ. അതിന് നടക്കത്തില്ലെന്നാ തോന്നുന്നത്. എന്റെ മനസ്സിലുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോടും അവളുടെ വീട്ടുകാരോടും തുറന്നു പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. കേസ് ജയിച്ചതിന് ശേഷം നന്ദുവായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കണമെന്ന് നവീൻ ഇവനോട് പറഞ്ഞോന്നറിയില്ല. അങ്ങനെ പറഞ്ഞാലും അവനത് കേട്ടല്ലേ പറ്റൂ. ഞാനും നന്ദു തമ്മിലുള്ള വിവാഹത്തിന് മറ്റാരെതിരെ നിന്നാലും ഏട്ടനും എടുത്തേയും ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ഇത് ജലജയുടെ പുതിയ മുഖം. അനന്തപുരിയുടെ നാശം കാണാൻ ഇവൾ അവതരിക്കുന്നു, പുതിയ രൂപത്തിലും ഭാവത്തിലും.